പ്രൈസ്തലോ ക്രിസ്ത്യൻ ഭാവന ദൈവകൃപയുടെ കടാക്ഷത്തിൽ ലേയ. എൻ്റെ പേര് ലേയ. ഇന്നും പലരിലും എൻ്റെ വേദനയും അവഗണനയും കാണാം. അപ്പോഴെല്ലാം അവർ എന്നെ ഓർക്കും. പക്ഷേ എൻ്റെ ജീവിതം പറഞ്ഞത് മറ്റൊരു സത്യമാണ്. അവഗണിക്കപ്പെടുന്നവരെ ദൈവം ഒരിക്കലും മറക്കുന്നില്ല. ലാബാന്റെ മകളായി ജനിച്ചും യാക്കോബിൻ്റെ ഭാര്യയായി അറിയപ്പെട്ടിട്ടും ഒരിക്കലും ആഗ്രഹിക്കപ്പെട്ട നിലയിൽ ഞാൻ പരിഗണിക്കപ്പെടുകയോ അംഗീകരിക്കപ്പെടുവാനോ എനിക്ക് കഴിഞ്ഞിരുന്നില്ല. കടന്നു പോകുന്ന അനുഭവങ്ങൾ, വേദനകളെല്ലാം എൻ്റെ ചുറ്റുമുള്ളവരെ പറഞ്ഞു മനസ്സിലാക്കുവാൻ എല്ലായ്പ്പോഴും ഞാൻ ശ്രമിച്ചു കൊണ്ടിരുന്നു. ഒരിക്കലും ആരും എന്നെ മനസ്സിലാക്കിയില്ല. എൻ്റെ ബലഹീനത പറഞ്ഞുകൊണ്ടാണ് പലരും എന്നെ മാറ്റി നിർത്തി തുടങ്ങിയത്. എൻ്റെ ഹൃദയത്തിൻ്റെ ശബ്ദം പോലും ആരും കേട്ടില്ല. എൻ്റെ സഹോദരി റാഹേലിനെ പോലെ ഭംഗിയും ശ്രദ്ധയും എനിക്കുണ്ടായിരുന്നില്ല. എൻ്റെ വിവാഹം ആർക്കും വേണ്ടാത്ത ബന്ധം സന്തോഷമായിരുന്നില്ല. യാക്കോബിൻ്റെ സ്നേഹം എൻ്റെ സഹോദരി റാഹേലിനെ ആണെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. പക്ഷേ എൻ്റെ വീട്ടുകാർ എൻ്റെ ഭർത്താവിനെ കബളിപ്പിച്ച് എന്നെ വിവാഹം കഴിപ്പിച്ചു. ഞാൻ ഭംഗിയില്ലാത്തവളായി വിശേഷിക്കപ്പെട്ടു. ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ ആദ്യ ഭാര്യ ആയിരുന്നിട്ടും അവൻ്റെ മനസ്സിൽ ഞാനൊരു അഭാവമായിരുന്നു. ഞാൻ ഒരു കുടുംബത്തിലേക്ക് വിവാഹം ചെയ്യപ്പെട്ടു. പക്ഷെ ആ കുടുംബത്തിൽ ഞാൻ വേണ്ടപ്പെട്ടവളായിരുന്നില്ല. എങ്കിലും ദൈവം എന്നെ ഓർത്തു. എൻ്റെ മനസ്സിൻ്റെ മുറിവുകൾ ദൈവം മാത്രം കണ്ടു. മാതാവാകുമ്പോഴും എൻ്റെ ഹൃദയം ശൂന്യമായിരുന്നു. ഓരോ കുഞ്ഞിനെയും ഞാൻ പ്രസവിച്ചപ്പോഴും ഞാൻ വിചാരിച്ചു, ഇപ്പോഴെങ്കിലും എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കും, എന്നെ കരുതും. പക്ഷേ ആശകൾ വേഗം ചിന്തകളായി മാറി. യഹൂദ എന്ന മകനിൽ നിന്ന് ദാവീദ് രാജാവും യേശുക്രിസ്തുവും ജനിച്ചു. ഞാൻ ലേയ ഒഴിവാക്കപ്പെട്ടവളായി തീർന്നു തുടങ്ങിയ എൻ്റെ കഥ ഒരു ജാതിയുടെ മാതാവായി തീരുകയായിരുന്നു. എൻ്റെ കണ്ണീരിൽ ദൈവം മഹത്വം കുറിച്ചു. ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ ഞാൻ വിലപ്പെട്ടവളായിരുന്നു. എൻ്റെ ജീവചരിത്രം സാക്ഷ്യം. ദൈവം മറക്കപ്പെട്ടവരിൽ എൻ്റെ ചരിത്രത്തിൽ നിന്നാണ് എഴുതുന്നത്. എൻ്റെ പുത്രനായ ലേവിയാണ് ലേവ്യൻ പുരോഹിതവൃത്തി ആരംഭിക്കുന്നത്. മാറ്റി നിർത്തിയവരുടെ എല്ലാം മുമ്പാകെ ദൈവം എനിക്ക് സ്ഥാനം നൽകി. അനുഗ്രഹവും മഹത്വവും പരിഗണനയും നൽകി. എന്നെ നിരസിച്ചവർക്ക് എന്നെ പരിഗണിക്കേണ്ടി വന്നു. മറ്റുള്ളവരിൽ നിന്ന് മാറി നിൽക്കുന്നവളായിരിക്കാം, പക്ഷേ ദൈവം നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. മറക്കപ്പെട്ടവരെ ഓർക്കുന്ന അവൻ ഇന്നും ജീവിക്കുന്നു. നിനക്കായി ഞാൻ എഴുതുന്നു. ഒരു മറക്കപ്പെട്ട ഭാര്യയായി തുടങ്ങി ഒരു മഹത്വ വനിതയായി തീർന്ന ലേയ.